കേസെടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അത് ഏറ്റവും വലിയ രാഷ്ട്രീയ വിഡ്ഢിത്തമാണ്. എന്താ കാരണം വെച്ചാല് അടുത്തൊരു 4-5 മാസത്തേക്ക് കൂടി എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തേക്കും കൂടി ഈ പാട്ടിനെ സജീവമാക്കി നിലനിർത്താൻ മാത്രമേ ആ കേസ് ഉപകരിക്കുകയുള്ളൂ. ഇപ്പൊ 2 കേസുണ്ട്. ഒരു വിശ്വാസി കോടതിയിൽ പോയി, പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്തേക്ക് പോവാണ്. അതായത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള എല്ലാ സംഗതികൾ നടന്നപ്പോഴും ഇപ്പോൾ MF ഹുസൈന്റെ ചിത്രമാണെങ്കിലും അഡാർ ലൗലെ മാണിക്യാമലരായ പൂവി എന്നുള്ള പാട്ടിനെതിരായ മതമൗലികവാദികളുടെ പ്രക്ഷോഭമാണെങ്കിലും ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യം പറഞ്ഞാൽ അത് വല്ലവരുമല്ല. അഡാർ ലൗലെ പാട്ടിനെ പറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കേസ് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജു അബ്രാമിനെ പോലൊരു CPM നേതാവ് ഈ തരത്തിൽ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് നാണക്കേടാണ്. അവർക്ക് നാളെ അത് ഓൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കൃത്യമായി സാമുദായികമായ ചേരുവകളുണ്ടാക്കുന്ന ഒരു പണിയാണ്. പിന്നെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ദൈവനിന്ദ, മതനിന്ദ എന്നുള്ളത് ഇവിടുത്തെ മതങ്ങൾ പാപമായിട്ടോ ഇവിടുത്തെ ഭരണാധികാരികൾ കുറ്റകൃത്യമായിട്ടോ കണ്ടിരുന്നില്ല. മതനിന്ദയുടെ പേരിലാണ് സോക്രട്ടീസിനെ വിഷം കൊടുത്തു കൊന്നത്. ആ പേരിലാണ് ക്രിസ്തുവിനെ കുശിത്തറച്ച് കൊന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇവിടെ മതത്തെ വിമർശിക്കുന്ന, ദൈവത്തെ നിന്ദിക്കുന്ന ചാർവാകൻ അല്ലെങ്കിൽ ബുദ്ധൻ അല്ലെങ്കിൽ മഹാവീരൻ അവരൊക്കെ സുഖമായിട്ട് ജീവിച്ച നാടാത്. ഈ ബ്രിട്ടനില് 17-ാം നൂറ്റാണ്ട് തൊട്ട് 2008 വരെ ബ്ലാസ്ഫമി, ദൈവനിന്ദ കുറ്റമുണ്ട്. ഇന്ത്യയിൽ അവരൊരിക്കലും അത് കൊണ്ടുവന്നിരുന്നില്ല. 1860 ഇന്ത്യൻ പീനൽ കോഡിൽ പോലും മതനിന്ദയില്ല. 1927 ഇന്ത്യയിൽ മതനിന്ദാ നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത്. അത് ദൈവത്തെ രക്ഷിക്കാനല്ല, അത് തീർച്ചയായിട്ടും സമുദായങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ അക്രമം, ലഹള ഇല്ലാതാക്കാനുള്ളതാണ്. ഇപ്പോഴും ആ നിയമം നിലവിലുണ്ട്. അതിനെപ്പറ്റി പല ഘട്ടങ്ങളിൽ സുപ്രീം കോടതികൾ പറഞ്ഞത് ഇതൊന്നും മതവിമർശനത്തെയോ ദൈവവിമർശനത്തെയോ ഒരു തരത്തിലും തടയുന്നില്ല. തടയുന്നത് അത്തരത്തിലുള്ള സംഭാഷണങ്ങളോ പുസ്തകങ്ങളോ ലേഖനങ്ങളോ പ്രകടനങ്ങളോ ഒക്കെ കമ്മ്യൂണൽ വയലൻസ്, സാമുദായികമായ ഹിംസ ഉണ്ടാവാതെ നോക്കുക എന്നാണ്. അപ്പോൾ OV വിജയൻ പറഞ്ഞൊരു വാക്കാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എഴുത്തുകാരന് വേണ്ട സ്വാതന്ത്ര്യം ദൈവത്തെ മക്കാറാക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്നാണ്.